എറണാകുളം RT ഓഫീസിൽ നടന്ന ലേലത്തിൽ ഏറ്റവും ഉയർന്ന തുകയ്ക്ക് ഫാൻസി നമ്പർ സ്വന്തമാക്കി യുവ സംരംഭകൻ 46,24,000 രൂപയ്ക്കാണ് വാഹനം സ്വന്തമാക്കിയത്. KL 7G0007 എന്ന നമ്പറാണ് ലേലം വിളിച്ചെടുത്തത്. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, വലിയ കാശ് കൊടുത്തിട്ടാണ് ഏതായാലും ഫാൻസി നമ്പർ വാങ്ങിയിരിക്കുന്നത്. ഫാൻസി നമ്പർ എന്ന് കേൾക്കുമ്പോഴേ അതിന് കാശ് കൊടുക്കാം എന്ന് നമുക്കറിയാം. എങ്കിൽ പോലും ഇത്രയും വലിയ കാശ് കൊടുത്ത് സ്വന്തമാക്കിയിരിക്കുന്നു. ആരാണ് ഈ യുവ സംരംഭകൻ? എറണാകുളം RT ഓഫീസിൽ നടന്ന ലേലത്തിലാണ് വൻ തുകയ്ക്ക് ഏതായാലും ഒരു ഫാൻസി നമ്പർ സ്വന്തമാക്കിയിരിക്കുന്നത് ഒരാൾ. അദ്ദേഹം ഒരു യുവ സംരംഭകനാണ്. 46,24,000 രൂപയ്ക്കാണ് ഒരു വാഹനം സ്വന്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം 46 ലക്ഷം ഒക്കെ ഉണ്ടെങ്കിൽ ഒരു വാഹനം തന്നെ എത്ര വാഹനം അതിനകത്ത് വാങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ കൗതുകവും. ഏതായാലും ഇത്രയും കാശ് മുടക്കി ഒരു ഫാൻസി നമ്പർ സ്വന്തമാക്കിയിരിക്കുകയാണ് യുവ സംരംഭകൻ. സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, ആരാണ് ഇത്രയും കാശ് മുടക്കി ഒരു ഫാൻസി നമ്പർ സ്വന്തമാക്കിയിരിക്കുന്നത്? ലക്ഷ്മി, ഇതൊരു ചരിത്ര ലേലം എന്ന് തന്നെ പറയേണ്ടി വരും. എറണാകുളം ജില്ലയിൽ ഇത്രയധികം തുക കൊടുത്ത്, അതായത് 46,24,000 രൂപയാണ് ഒരു നമ്പറിന് വേണ്ടി മാത്രം കൊടുത്തത്. അത് നേരത്തെ നമുക്കറിയാവുന്നത് പോലെ തന്നെ ഇൻഫോ പാർക്കിലെ സോഫ്റ്റ്വെയർ കമ്പനി ലിമിറ്റഡ് 7 സിസ്റ്റം കൺസൾട്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കൺസൾട്ടന്റ് കമ്പനി CEO വേണുഗോപാൽ കൃഷ്ണനാണ് KL 7DG0007 എന്ന നമ്പർ ലേലം വിളിച്ചെടുത്തത്. മറ്റ് 5 പേര് ലേലത്തിൽ പങ്കെടുത്തിരുന്നു. ഇതേ നമ്പറിനായി 44,84,000 രൂപയാണ് രണ്ടാമൻ വിളിച്ചിരുന്നത്. അതായത് വലിയ രീതിയിലുള്ള ഒരു വാശിപ്പുറത്ത് നടന്ന ലേലമായി തന്നെ ഇതിനെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു നമ്പർ 25 ലക്ഷം രൂപയ്ക്കാണ് ലേലത്തിന് പോയത്. അത് 001 KL 7DG0001 എന്ന നമ്പറാണ് 25 ലക്ഷം രൂപയ്ക്ക് പോയത്. ലക്ഷ്മി.